എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതുവേ ക്രിസ്തീയ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിനെതിരെ എപ്പോഴും മറ്റുള്ളവർ പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം ഇതാണ്: കത്തോലിക്ക സഭയിൽ ഈ വിശുദ്ധരുടെ രൂപങ്ങളും അല്ലെ മാതാവിൻ്റെയൊക്കെ രൂപമൊക്കെ സൂക്ഷിച്ച് അതിനെ ആരാധിക്കുന്നതെന്നൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മരിച്ചുപോയ മനുഷ്യരുടെ ബന്ധുക്കളുടെയൊക്കെ രൂപവും ഫോട്ടോസൊക്കെ വെക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വലിയ ആരോപണമാണ്. അപ്പോൾ ഈ ആരോപണത്തിന് പിന്നിൽ പല പ്രാവശ്യം പലരും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയുടെ ആദിമ കാലങ്ങളിൽ തന്നെ ഇതിൻ്റെ വിശദീകരണം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും അതിന് ഒരു വിരാമമില്ല. അതായത് വിമർശനങ്ങൾക്ക് ഇന്നും വിരാമമില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഇത് തന്നെയാണ്: കത്തോലിക്ക സഭ എന്ത് പറയുന്നു അത് സത്യമാണ്. അത് ദൈവകൃപയുള്ളവർക്കും ആ ഒരു ഈശോയുമായിട്ട് യഥാർത്ഥ ബന്ധമുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് വെറും ഒരു പഠനമായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധി ഉപദേശമായിട്ടൊക്കെ മാത്രമേ ഇതിനെ കാണുകയുള്ളൂ. പക്ഷേ ഇത് കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു അത് സത്യമാണ്. പ്രത്യേകിച്ച് ആദിമ നൂറ്റാണ്ടുകൾ മുതൽ സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ വിശ്വാസങ്ങൾക്കൊന്നും അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളുമില്ല. പിന്നെ ഈ ബൈബിളിൽ നമുക്ക് കാണാം, പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവം പ്രവർത്തിക്കാനായിട്ട് ചില സമയങ്ങളിൽ കൃത്യമായി, അല്ലെങ്കിൽ ദൈവം കൂടുതൽ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു മാധ്യമത്തിലൂടെയാണ്. ദൈവത്തിന് തൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ ദൈവം ചിലപ്പോഴൊക്കെ വ്യക്തമായ ശക്തമായ ഒരു മാധ്യമം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് മോശയുടെ വടി, ഏലിയ പ്രവാചകൻ്റെ മേലങ്കി. അങ്ങനെ പഴയ നിയമത്തിലാണ് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഈശോയും ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുരുടനെ കാഴ്ച കൊടുക്കാനായിട്ട് ചെളിയുണ്ടാക്കി കണ്ണുകളിൽ പൂശി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെയും ദൈവം സുഖപ്പെടുത്തുന്നുണ്ട്, ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ മാധ്യമം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിൽ തന്നെയും ഈശോ തൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കാൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് കുരിശ്, വിശുദ്ധ കുരിശ്. കുരിശ് കാണുമ്പോൾ തിന്മ, അല്ലെങ്കിൽ ഈ തിന്മയെ ബഹിഷ്കരിക്കുന്ന സമയത്തൊക്കെ കുരിശ് കാണുമ്പോൾ തിന്മയുടെ സ്വാധീനമുള്ള ആളുകൾ കരയാറുണ്ട്, അല്ലെങ്കിൽ മുഖം പൊത്താറുണ്ട്, നോക്കുകയില്ല, കുരിശ് രൂപത്തിലേക്ക് നോക്കുകയില്ല. അപ്പോൾ ആൾക്കാരുടെ വിമർശന പ്രകാരമാണെങ്കിൽ ഇത് വെറും ഒരു ഉപകരണമാണെങ്കിൽ, അല്ലെങ്കിൽ വെറും ഒരു ഉപയോഗശൂന്യമായ ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും പിശാച് അതിനെ ഭയപ്പെടുകയില്ല, അല്ലെങ്കിൽ പിശാചിനെ ഇത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കുരിശുരൂപമൊക്കെ കാണുമ്പോൾ തന്നെ പിശാച് അലറി വിളിക്കുകയും മുഖം പൊത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ വിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിന് മാതാവിൻ്റെ ഒരു രൂപത്തിൽ അവർ വണങ്ങുകയും അതിൻ്റെ മുമ്പിൽ കുമ്പിടുകയൊക്കെ ചെയ്തപ്പോൾ പല അത്ഭുതങ്ങളും അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതും ഒക്കെ ദൈവാനുഭവം ഉണ്ടായതൊക്കെ കാര്യങ്ങൾ പല വിശുദ്ധരുടെയും ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രത്തിലൊക്കെ കുരിശിൽ നിന്ന് ഈശോ ഇറങ്ങി വന്ന, അല്ലെങ്കിൽ ഈശോ ഫ്രാൻസിസ് അസീസിയെ കെട്ടിപ്പിടിച്ചതൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. അപ്പോൾ കത്തോലിക്ക സഭ രൂപങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിനൊരു ആത്മീയ വശമുണ്ട്. അതിലൂടെ ദൈവിക ശക്തിയും ദൈവിക സാന്നിധ്യവും പലപ്പോഴും പ്രകടമാകുന്നുണ്ട്. ഒരിക്കലും കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശുദ്ധരെ ആരാധിക്കുന്നില്ല, അതിനെ വണങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ്
അതിൻ്റെ യഥാർത്ഥ വശം അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ വീടുകളിൽ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ രൂപങ്ങളൊക്കെ വെക്കുന്ന കാര്യം, അത് നല്ല കാര്യം തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ അപൂർവം ചില വ്യക്തികളുടെയൊക്കെ രൂപങ്ങൾ ചിലപ്പോൾ എടുത്തു മാറ്റാൻ പറയാറുണ്ട്, ഫോട്ടോസൊക്കെ. അത് എടുത്തു മാറ്റാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ആ വ്യക്തികളിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തികളത്ര ഒരു ഈശോയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ചൈതന്യവും അല്ലെങ്കിൽ ഈശോയുമായിട്ട് യാതൊരു കുലബന്ധവും പുലർത്താതിരുന്ന മനുഷ്യരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ അപൂർവമായിട്ടുള്ള കേസ് കേട്ടാണ്, അല്ലാതെ എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്. അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള അസ്വസ്ഥതകളുടെ വീടുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം, അത് ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ഫോട്ടോസ്, മരിച്ചുപോയവരുടെയൊക്കെ ഫോട്ടോസ് വീടുകളിൽ വെക്കുന്നത് തെറ്റൊന്നുമില്ല. അപൂർവം ചില കേസ് കെട്ടുകളിൽ അത് ചിലരുടെയൊക്കെ രൂപങ്ങൾ വെക്കാനും പാടില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വീടുകളിലും ആരാധന ദൈവാലയത്തിലൊക്കെ സൂക്ഷിക്കുന്നതിലുള്ള കാര്യം ഇതാണ്. വിശുദ്ധരുടെ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ ഇങ്ങനെ സംശയങ്ങളോ ഇല്ല. പക്ഷേ നമ്മളുടെ ബന്ധുജനങ്ങൾ എന്നൊക്കെ പറയുന്ന അപൂർവം ചിലരുടെയൊക്കെ ഫോട്ടോസൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റേതായ അനുഭവങ്ങളുണ്ടാവും, അന്നേരം മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈ ഒരു ചോദ്യം കമൻറ്റിൽ വന്നിരുന്ന ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ്. തോമസ് തുമ്മി എന്ന് പറഞ്ഞ ആളുടെ കമൻറ്റിനുള്ള ഒരു ഉത്തരവാണ് ഞാനീ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്. ഈ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന അംഗങ്ങളെ പിശാച് ആദിമ നൂറ്റാണ്ട് വരെ ഈ നിമിഷം വരെ പിന്തുടർന്ന് വേട്ടയാടുന്നുണ്ട്. അതിന് പിന്നിൽ കൃത്യമായ ഒരു ആത്മീയ കാരണവുമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.